സലാലയിലെ പ്രശസ്തമായ ഖരീഫ് ഫെസ്റ്റിവൽ അഥവാ ശരത്കാല ആഘോഷം ദോഫാറിൽ ജൂൺ 20 ആരംഭിക്കും. ഇത്തവണ ഖരീഫ് ഫെസ്റ്റിവൽ 90 ദിവസമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 45 ദിവസമായിരുന്നു ആഘോഷം. ദോഫാർ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികളും ആഘോഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ഖരീഫ് സീസണിലും ഇവിടെ എത്താറുള്ളത്. അറബ് ലോകത്തെ ഏറ്റവും വലുതും ആഗോളതലത്തിൽ 5ാമത്തേതുമായി വിശേഷിപ്പിക്കുന്ന ഈ ഫെസ്റ്റിവലിൽ നിരവധി ഷോകളും അവതരിപ്പിക്കും. ഫെസ്റ്റിവലിന്റെ മുൻപതിപ്പുകൾ പോലെ ഈ വർഷവും റെക്കോർഡ് സന്ദർശകരെയും വിനോദസഞ്ചാരികളെയുമാണ് പൈതൃക ടൂറിസം മന്ത്രാലയം ഈ വർഷവും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 9,62,000 ആളുകളാണ് ദോഫാറിന്റെ പച്ചപ്പും തണുത്ത കാലാവസ്ഥയും ആസ്വദിക്കാനെത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 18.4% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2022 8,13,000 സന്ദർശകരായിരുന്നു എത്തിയിരുന്നത്. ടൂറിസ്റ്റുകൾ ചിലവഴിക്കുന്നതിലും ഉയർച്ചയാണുണ്ടായിട്ടുള്ളത്. 2022 സീസണിൽ 86 ദശലക്ഷം റിയാൽ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 103 ദശലക്ഷം റിയാലിലാണ് എത്തിയിരിക്കുന്നത്. 2019 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7,50,000 സഞ്ചാരികളാണ് ദോഫാർ ഗവർണറേറ്റിൽ എത്തിയത്. വർഷം മുഴുവൻ ദോഫാറിനെ ടൂറിസം സീസണാക്കി പരിവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് അധികൃതർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖരീഫ് സീസൺ മുന്നിൽ കണ്ട് നിരവധി വിമാന കമ്പനികളും സലാലയിലേക്ക് സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയോടെ ഇണങ്ങി നിൽക്കുന്ന സലാലയിൽ മൺസൂൺ ആസ്വദിക്കാനായി വിദേശ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നത് ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖരീഫ് സീസൺ എന്നാണ് സുന്ദരമായ ഈ കാലത്തെ വിശേഷിപ്പിക്കുന്നത്. മഴമേളകളടക്കം തനിമയാർന്ന ആഘോഷങ്ങൾക്കും ഈ സീസൺ സാക്ഷ്യം വഹിക്കുന്നു. ഒമാനിലെ 2ാമത്തെ വലിയ നഗരമാണ് പരമ്പരാഗത സംസ്കാരമുള്ള സലാല എന്ന പച്ചപ്പാർന്ന പ്രദേശം. സൗദി അറേബ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങളെ തൊട്ടുനിൽക്കുന്ന അറബിക്കടലിന്റെ സ്പർശമേറ്റ പ്രദേശം. സിന്ധ്, സാൻസിബാർ, ബലൂചിസ്ഥാൻ, ഇറാൻ, യമൻ എന്നിവയുമായി തൊട്ടുനിൽക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം സംഗമിക്കുന്ന ഒമാന്റെ പ്രധാന ഇടം. ഭൂതകാലത്തിന്റെ മഹാപൈതൃകം രേഖപ്പെടുത്തിയ നാട്. സസാനിയൻ പേർഷ്യൻ ഭരണവും പിന്നീട് അബ്ബാസികളും അറേബ്യൻ ഭരണത്തിനു മുൻപ് ഒമാൻ ഭരിച്ചിരുന്നു. മസ്കറ്റിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയാണ് സലാല എന്ന കൊച്ചു കേരളം. UAEയിൽ നിന്നാണെങ്കിൽ 1500 കിലോമീറ്റർ ദൂരം. വിമാനത്തിൽ 1.5 മണിക്കൂർ സമയമാണെങ്കിൽ റോഡ് മാർഗം 12 മുതൽ 18 മണിക്കൂർ വരെ വേണ്ടിവരും. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞ സലാല ഒരു കൊച്ചു സ്വിറ്റ്സർലൻഡ് എന്നും പറയാറുണ്ട്. മഞ്ഞും മഴയും ഇളവയിലും കുന്നും പുഴയും കാടും മരങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. മാവും പ്ലാവും തെങ്ങും കവുങ്ങും പച്ചക്കറികളും എല്ലാം സുലഭം. ഈന്തപ്പന പോലെ തെങ്ങുകളുമുണ്ട്. ഈ മനോഹരമായ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് അറബ് ലോകത്തെ ഏറ്റവും വലുതും ആഗോളതലത്തിൽ 5ാമത്തേതുമായ ഖരീഫ് ഫെസ്റ്റിവൽ ജൂൺ 20 അരങ്ങേറുന്നത്.